വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. കഴിഞ്ഞ 2-3 വർഷമായി ആഗോളതലത്തിൽ അപ്രതീക്ഷിതമായി ഉടലെടുത്ത യുദ്ധങ്ങളും സംഘർഷങ്ങളുമെല്ലാം സാമ്പത്തികമായി പല രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേലും ഹമാസും തമ്മിലും ഏറ്റവും ഒടുവിൽ ഇസ്രായേലും ഇറാനും തമ്മിലും ഉടലെടുത്തിരിക്കുന്ന സംഘർഷം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തേക്കാൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുക. കാരണം പല കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും തുല്യശക്തികളാണെന്നതും വർഷങ്ങളായി തമ്മിലുള്ള വൈരാഗ്യം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണെന്നതും യുദ്ധത്തിലെ വീറും വാശിയും കൂട്ടും. ഈ വൈരാഗ്യത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ആഗോളതലത്തിൽ എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് പരിശോധിക്കാം. അടുത്ത സുഹൃത്തുക്കൾ ഒരു സുപ്രഭാതത്തിൽ കടുത്ത ശത്രുക്കളാവുക. അക്ഷരാർത്ഥത്തിൽ ഇറാന്റെയും ഇസ്രായേലിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. 1948 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയപ്പോൾ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ചതേയില്ല. പലസ്തീൻ്റെ കൂടെ മിക്ക രാജ്യങ്ങളും നിന്നപ്പോൾ ഇസ്രായേലിനെ അംഗീകരിച്ചവരുടെ കൂടെയായിരുന്നു ഇറാൻ. ഇസ്രായേലിന് കരുത്തായി അമേരിക്ക നിന്നപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നത് തങ്ങൾക്കും ഗുണകരമായിരിക്കുമെന്ന് ഇറാൻ കരുതി. ഇസ്രായേലിൻ്റെ സുശക്തമായ സൈന്യം അന്ന് തന്നെ ശ്രദ്ധ നേടിയിരുന്നു. പോരാട്ടവീര്യവും യുദ്ധതന്ത്രവും ഇസ്രായേലിൻ സൈന്യത്തിൻ്റെ മുഖമുദ്രയായി. ഇറാന് ശക്തമായ സൈന്യം രൂപീകരിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് ഇസ്രായേലായിരുന്നു. ഇറാന്റെ സൈന്യത്തിൽ ചേർന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇസ്രായേൽ സൈന്യം പരിശീലനം നൽകി. ഇറാനിലെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിനും ട്രെയിൻ ഗതാഗതം സജ്ജമാക്കുന്നതിനും ഇസ്രായേൽ സഹായിച്ചു. ഇറാനാകട്ടെ ആവശ്യമുള്ള അത്രയും എണ്ണ ഇസ്രായേലിന് നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കൂടുന്തോറും ശക്തമായി. എന്നാൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. 1979 അതുവരെ ഭരിച്ചിരുന്ന മുഹമ്മദ് റേസ പഹ്ലവിയുടെ ഭരണകൂടത്തിനെതിരായി ഇറാനിൽ വലിയ പ്രതിഷേധം ഉടലെടുത്തു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾക്കെതിരായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ആയത്തുള്ള റുഹോള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഭരണകൂടം രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം ഇസ്രായേലുമായുള്ള ഇറാന്റെ ബന്ധം താറുമാറായി. ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് മാത്രമല്ല, ഇറാൻ പലസ്തീൻ പക്ഷത്ത് ചേരുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ നിലപാടുകൾക്കെതിരെ ആഗോളതലത്തിൽ ശക്തമായ വിമർശനം ഉയർത്തുകയും പോരടിക്കുകയും ചെയ്തതോടെ ഇറാന് അറബ് മേഖലയിലെ സ്വീകാര്യത കൂടി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായത് 1982 ലെബനൻ സംഭവത്തോടെയാണ്. ദക്ഷിണ ലെബനനിൽ ആഭ്യന്തര കലാപം ശക്തമായതോടെ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ അങ്ങോട്ടയക്കാൻ തീരുമാനിച്ചു. ഇറാനാകട്ടെ റവല്യൂഷണറി ഗാർഡ് എന്നറിയപ്പെടുന്ന തങ്ങളുടെ സൈന്യത്തെ ലെബനനിലേക്ക് അയക്കുകയും ഹിസ്ബുള്ള എന്ന പേരിലുള്ള സായുധ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തെ ശക്തമായി ആക്രമിച്ചു. 1983 ഇസ്രായേൽ സൈന്യത്തിനെതിരായി നടത്തിയ കാർ ബോംബ് ആക്രമണത്തെ തുടർന്ന് അവർ ലെബനനിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി. ലെബനൻ കേന്ദ്രീകരിച്ച് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. 2006 ലെബനനിൽ ഹിസ്ബുള്ള വിരുദ്ധ പോരാട്ടം ഇസ്രായേൽ നടത്തിയെങ്കിലും അവർക്കതിൽ വിജയിക്കാനായില്ല. ഇതിനിടെ ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഇതിനെതിരായി ശക്തമായി പ്രവർത്തിച്ചു. ഇറാനെ ആണവശക്തിയാക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മോഹ്സെൻ ഫക്രിസാദെ 3 വർഷം മുമ്പ് കൊല്ലപ്പെട്ടു. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് ഇറാന്റെ ആരോപണം. 2022 ഇറാന്റെ ആണവായുധ നിർമ്മാണ നീക്കങ്ങൾക്കെതിരായി അമേരിക്കയും ഇസ്രായേലും സംയുക്ത പ്രസ്താവനയും നടത്തി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു സംഭവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയത്. ഡമാസ്കസിലെ ഇറാനിയൻ എംബസി വളപ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ 7 ഓഫീസർമാരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 14 പുലർച്ചെ ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. പ്രധാനമായും ജെറുസലേം, നെഗേവ് മരുഭൂമി, തെക്ക് ചാവുകടൽ, വടക്ക് ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾ, അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണങ്ങൾ. 400 മുതൽ 500 വരെ മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചതായി ഇസ്രായേൽ പറയുന്നു. ഇതിൽ 100 എണ്ണം ഇസ്രായേലിൽ എത്തുന്നതിന് മുൻപ് തന്നെ തടഞ്ഞു. ഇനി ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും സൈനിക ശക്തി താരതമ്യം ചെയ്യാം. ഇറാൻ ലോകത്തിലെ 14ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയാണ് സൈന്യത്തിൻ്റെ പരമോന്നത കമാൻഡർ. 3 സൈന്യവുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാനമായ തീരുമാനങ്ങളും അദ്ദേഹമാണ് എടുക്കുന്നത്.
ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് അഫയേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാൻ. 5,80,000 സൈനികരുണ്ട് ഇറാന്. ഏകദേശം 2 ലക്ഷം റിസർവ് സേനാംഗങ്ങളും. എന്താണ് ഇറാന്റെ ബലഹീനത? മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈന്യം ഇറാനുണ്ടെങ്കിലും നിരവധി ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സൈനികർക്ക് അത്യാധുനിക പരിശീലനം ലഭിച്ചിട്ടില്ല. ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അവരുടെ വ്യോമസേനയാണ്. ഇറാന്റെ വ്യോമസേന ഇസ്രായേലുമായി പൊരുത്തപ്പെടുന്നേയില്ല. ഇറാന്റെ ഭൂരിഭാഗം വിമാനങ്ങളും 1941 മുതൽ 1979 വരെ നിർമ്മിച്ചവയാണ്. സ്പെയർ പാർട്സ് ലഭ്യമല്ലാത്തതിനാൽ പല വിമാനങ്ങളും ഇപ്പോൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല. 1991 റഷ്യയിൽ നിന്ന് ഇറാൻ ചില വിമാനങ്ങൾ വാങ്ങിയെങ്കിലും അവയും പൂർണ്ണമായി പ്രവർത്തനക്ഷമമല്ല. അതുപോലെ ഇറാന്റെ ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ തുടങ്ങിയവയും വളരെ പഴക്കമുള്ളവയാണ്. അത്യാധുനിക യുദ്ധത്തിൽ സാങ്കേതികവിദ്യ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇറാനേക്കാൾ വളരെ മുന്നിലാണ്. സാങ്കേതികവിദ്യയിലും ഇന്റലിജൻസ് മേഖലയിലും ഇറാൻ ഇസ്രായേലിനേക്കാൾ വളരെ പിന്നിലാണ്. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ 1948 മെയ് 31 ഇസ്രായേൽ പ്രതിരോധ സേന രൂപീകരിക്കപ്പെട്ടത്. ഗ്രൗണ്ട് ഫോഴ്സ്, എയർഫോഴ്സ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ബ്രിഗേഡ്, സ്പെഷ്യൽ ഫോഴ്സ് എന്നിവ ചേരുന്നതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന. 1.7 ലക്ഷം ട്രൂപ്പുകളാണ് ഇസ്രായേലിൻ്റെ സജീവമായ സേനയിലുള്ളത്. ഇതിൽ 2 ഭാഗം ആളുകളും നിർബന്ധിത സൈനിക വൃത്തിയുടെ ഭാഗമായി സൈന്യത്തിനൊപ്പം ചേർന്നവരാണ്. അഡ്വാൻസ്ഡ് മിസൈൽ ഡിഫൻസ് സംവിധാനം, 2500 യുദ്ധ ടാങ്കുകൾ, 5000-ലധികം അത്യാധുനിക വാഹന സംവിധാനം എന്നിവ ഇസ്രായേലിനുണ്ട്. റോക്കറ്റ് ആക്രമണത്തെ പ്രതിരോധിക്കുന്ന അയൺ ഡോം ഉൾപ്പെടെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ആയുധങ്ങളും ആണവായുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇസ്രായേലിന് സ്വന്തമാണ്. സൈനിക ശക്തിയിൽ മോശമല്ലാത്ത 2 രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഇത് എങ്ങനെയായിരിക്കും ആഗോള സാമ്പത്തിക രംഗത്തെ സ്വാധീനിക്കുക? ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ആഗോള ഓഹരിവിപണികൾക്കും സമ്പദ് വ്യവസ്ഥകൾക്കും അനിശ്ചിതത്വവും പ്രയാസകരമേറിയതുമായ ദിവസങ്ങളാണ് വിപണി നിരീക്ഷകർ പ്രവചിക്കുന്നത്. ഇറാൻ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണം ലോകത്തിലെ ക്രൂഡ് ഓയിലിൻ്റെ 1/3 ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. ഇത് പണപ്പെരുപ്പ നിരക്ക് ഉയർത്തും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടത്തിന് കാരണമാകും. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഈ വർഷം ജനുവരി 2 ബാരലിന് $75 ആയിരുന്നു. ഏപ്രിൽ 12 ഇത് 19% കൂടി $90 എന്നത് ഓർക്കണം. സംഘർഷവും ചരക്ക് കപ്പൽ പിടിച്ചെടുക്കലുമെല്ലാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഗോള ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം വർദ്ധിപ്പിച്ചേക്കാം. പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും കുറയും. ആഭ്യന്തര കയറ്റുമതിക്കാർക്ക് ചെലവിൽ വർധനയുണ്ടായേക്കാം. കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ച ശേഷം ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്തുന്നതായിരിക്കും ഇപ്പോൾ ഗുണകരം. എന്തായാലും അടിക്കടി ഉണ്ടാകുന്ന യുദ്ധങ്ങളെല്ലാം സ്വർണ്ണമടക്കമുള്ള സുരക്ഷിത നിക്ഷേപങ്ങളുടെ ഡിമാൻഡ് കൂട്ടിയിട്ടുണ്ട്. നിലവിലെ യുദ്ധം കൂടുതൽ വ്യാപിച്ചാൽ അത് ഓഹരി വിപണികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും. താങ്ക് യു.